ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ എപ്പോൾ ഐസ്ക്രീം കിട്ടിയാലും അത് അവർക്ക് ഇഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ വെറും 3 ചേരുവ കൊണ്ട് നമുക്കിത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു അരക്കപ്പ് ഫുള്ളായിട്ട് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1/3 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം. വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് അടിച്ചെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊക്കെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഞാനിതാ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ സാധാരണ കേക്കിനേക്കൊക്കെ ആക്കുന്ന അത്രയ്ക്ക് അങ്ങ് സ്റ്റിഫ് ആവരുത്. കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് കേട്ടോ. ഒന്നങ്ങ് നല്ല തിക്കായിട്ട് അങ്ങ് വന്നാൽ മതി. ആ ഒരു രീതിക്കാണ് നമ്മൾ ഐസ്ക്രീമിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് മതി കേട്ടോ. ഇതിൽ കൂടുതൽ സ്റ്റിഫ് ആവേണ്ട, ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഒരുപാടൊന്നും കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കേണ്ടി വരും. മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ളതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഇളനീരിൻ്റെ കഴമ്പും അതുപോലെ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീമിൽ നന്നായിട്ട് അങ്ങ് യോജിച്ച് വരണം കേട്ടോ ഈ ഒരു ഇളനീരിൻ്റെ പേസ്റ്റ്. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇളനീരിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇങ്ങനെ ക്രീമി ആയിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. പക്ഷേ ഇടയ്ക്കൊന്ന് കടിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാവും എന്തായാലും നല്ലത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഇളനീരിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. എന്തെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാലും മതി. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടെക്സ്ചറിലൊക്കെ വന്നിട്ടുണ്ട് ഐസ്ക്രീം. ഇനി ഞാനിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഐസ്ക്രീമിൽ കോൺഫ്ലെക്സ് ഇട്ട് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ നട്ട്സോ എന്ത് ചേർത്ത് വിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.